വന്ദേ മാതരം സ്വാതന്ത്ര്യ സമരകാലത്ത് വിപ്ലവകാരികൾക്ക് ആവേശം നൽകിയ ഒരു മുദ്രാവാക്യമായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഗാനം വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ്. വന്ദേ മാതരം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പുതിയ ഗൈഡ് ലൈൻ അനുസരിച്ച് ഔദ്യോഗിക പരിപാടികളിലും സ്കൂളുകളിലും വന്ദേ മാതരം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. എന്നാൽ രസകരമായ കാര്യം, സിനിമാ തിയേറ്ററുകളിൽ വന്ദേ മാതരം കേൾക്കുമ്പോൾ കാണികൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്നതാണ്. തിയേറ്ററുകളിൽ നിർബന്ധിതമായി എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നത് ക്രമസമാധാന തകർച്ചയ്ക്ക് കാരണമാകും എന്നാണ് കണ്ടെത്തൽ. മുൻപ് ദേശീയഗാനം തിയേറ്ററുകളിൽ പ്ലേ ചെയ്തപ്പോൾ ഉണ്ടായ തർക്കങ്ങളും കായികമായ ആക്രമണങ്ങളും നമ്മൾ കണ്ടതാണ്. അത് ഒഴിവാക്കാനാണ് ഈ നീക്കം. എങ്ങനെയാണ് വന്ദേ മാതരത്തിലൂടെ ദേശീയത നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? ഇവിടെയാണ് സാംസ്കാരിക ദേശീയതയുടെ കടന്നുവരവ്. ഭാരതത്തിന്റെ ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് നൽകാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. പൗരന്മാർ ചില ചിഹ്നങ്ങളോടും ഗീതങ്ങളോടും നിർബന്ധിതമായ വിധേയത്വം കാണിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിലൂടെ ദേശീയതയെ ഒരു വൈകാരിക ആയുധമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ഇത് ചെയ്യുന്നതിലൂടെ ആരാണ് യഥാർത്ഥ ദേശസ്നേഹി എന്നൊരു അതിർവരമ്പ് സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതകൾ വലുതാണ്. ഈ ഗാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രം വളരെ ഗൗരവകരമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം സ്വീകരിച്ചത്. ഈ ഗാനത്തിലെ പല വരികളും മുസ്ലിം ഭരണകൂടത്തിനെതിരായുള്ള പോരാട്ടത്തെ സൂചിപ്പിക്കുന്നതും മാതൃഭൂമിയെ ദുർഗാദേവിയായി ആരാധിക്കുന്നതുമാണ്. ഇന്ത്യ പോലൊരു മതനിരപേക്ഷ രാജ്യത്ത് എല്ലാ വിഭാഗങ്ങൾക്കും ഇത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഗാനത്തിലെ ആദ്യ 2 ചരണം മാത്രം ദേശീയ ഗീതമായി നെഹ്റുവിന്റെ കാലത്ത് അംഗീകരിച്ചത്. എന്നാൽ ഇന്ന് വന്ദേ മാതരത്തിന്റെ മുഴുവൻ വരികളും പാടണമെന്ന് നിർബന്ധിക്കുന്നതിലൂടെ ഇന്ത്യൻ സെക്യുലർ ചരിത്രത്തെ മാറ്റി എഴുതാനും ഒരു പ്രത്യേക സാംസ്കാരിക അജണ്ട അടിച്ചേൽപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ടെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. പ്രധാന ചോദ്യം ഇതാണ്: ആദരവ് എന്നത് നിയമപരമായി അടിച്ചേൽപ്പിക്കേണ്ടതാണോ? സുപ്രീം കോടതി പറയുന്നതും ഇതിന് വിപരീതമായിട്ടാണ്. സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ പ്രകാരം ആരെയും ഒന്നും നിർബന്ധിച്ച് പാടിക്കാനാവില്ല. വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തികം തുടങ്ങിയ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ ഇത്തരം വൈകാരികമായ സാംസ്കാരിക യുദ്ധങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നിർബന്ധിത ദേശീയതയാണോ അതോ നമുക്ക് സ്വയം ഉണ്ടാകുന്ന ദേശസ്നേഹമാണോ വേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.